ജാബി നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ അവന്റെ അച്ഛന് അവൻ പഠിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇടക്കിടക്ക് അവനോട് സ്കൂളിൽ ലീവ് എടുത്തിട്ട് അച്ഛന്റെ കൂടെ പണിക്ക് വരാനായിട്ടൊക്കെ പറയുമായിരുന്നു. എന്നാൽ ജാബിക്ക് ഭയങ്കരമായിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അവൻ അമ്മയോട് അച്ഛൻ എപ്പോഴും എന്നെ പഠിക്കുന്നുണ്ടാവും, എന്നാൽ ഒരു നല്ല ഡ്രസ്സ് പോലും എനിക്ക് എടുത്തു തരൂല, അങ്ങനെ സ്കൂളിൽ എപ്പോഴും ലീവ് ഒന്നും ആക്കാൻ പറ്റില്ല, ടീച്ചർ എന്നെ ചീത്ത പറയാന്നൊക്കെ പറയാണ്. എന്നാൽ ആ ടൈമിൽ അച്ഛൻ അവിടേക്ക് വന്നതും ജാബി മിണ്ടാതിരിക്കുകയാണ്. അച്ഛനോട് അവനക്ക് എന്തെങ്കിലും പറയാൻ പേടിയായിരുന്നു. ഇപ്പൊ പിറ്റേ ദിവസമാണെന്ന് വെച്ചാല് അച്ഛൻ അവനോട് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പാടത്ത് പണിയെടുക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവന് സ്കൂളിൽ ലീവ് എടുത്ത് അവിടെ പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ പൈസ ഇല്ലാത്തോണ്ട് തന്നെ അവന്റെ അച്ഛൻ എല്ലാ ജോലിക്കും പോകുമായിരുന്നു. മറ്റുള്ളവരെ ചെയ്യാൻ മടിക്കുന്ന എല്ലാ ജോലികളും ഇവന്റെ അച്ഛൻ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കായിരുന്നു. ഉദാഹരണത്തിന് ടോയ്ലറ്റ് ടാങ്ക് ക്ലീൻ ചെയ്യുക, പന്നിയെ പിടിക്കുക, ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തില് അവരുടെ വില അത്രയും കുറഞ്ഞതായിരുന്നു. ജാബി ഇടക്കിടക്ക് സ്കൂളിൽ ലീവ് എടുക്കുന്നുണ്ടെങ്കിലും കൂട്ടുകാരോടെല്ലാം ചോദിച്ച് അവൻ എല്ലാ ഹോംവർക്കും കൃത്യമായിട്ട് തന്നെ ചെയ്ത് ബുക്കൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു പെണ്ണിനെ അവൻ വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവള് സ്കൂളിൽ പോകുന്ന സമയം വരെ അവനാന്ന് വെച്ചാല് അവളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരുന്ന് ക്യാരം ബോർഡ് കളിച്ച് അവൾ എപ്പോഴാണ് സ്കൂളിൽ പോകാൻ ഇറങ്ങുന്നത് അപ്പൊ തന്നെ അവനും ഇറങ്ങാണ്. ഇപ്പൊ ഒരു ദിവസം ജാബി ക്ലാസ്സിലിരിക്കും പുറത്ത് അവന്റെ അമ്മ പണിയെടുക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവനും പേടിക്കുന്നുണ്ട്, ഇനി എങ്ങാനും അമ്മ ഇവിടേക്ക് കയറി വരും. അവനത് വിചാരിച്ചാലും തന്റെ മകനെ കാണാമെന്ന് കരുതി അമ്മ അവിടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടതും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അവനെ കളിയാക്കി ചിരിക്കുക. അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയ അവനും ഇനി ഒരിക്കലും അമ്മ എന്റെ സ്കൂളിലേക്ക് വരാൻ നിൽക്കരുത്, അങ്ങനെ വന്നാൽ ഞാൻ ഒരിക്കലും സ്കൂളിൽ പോകില്ല എന്നെല്ലാം പറയാണ്. അവൻക്ക് അവന്റെ അമ്മയെയും അച്ഛനെയും കുറിച്ച് പറയാൻ നാണക്കേടായിരുന്നു. ഒരു ദിവസം സ്കൂളിലാന്ന് സംസാരിക്കാനും ഒന്നും നിൽക്കാതെയായിരുന്നു. കാരണം പന്നി തൊടുക എന്ന് പറയുന്നത് അവർക്ക് അത്രയും അറപ്പുള്ള കാര്യമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ടീച്ചർമാരും അതുപോലെ തന്നെ കണക്ക് കൂട്ടി ആ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. വീട്ടിൽ ചെന്നതും മഞ്ഞൾ വെള്ളം എല്ലാം തെളിച്ച് ആ കുട്ടിയെ ശുദ്ധിയാക്കി എടുക്കാണ്. പന്നി തൊടുക എന്ന് പറയുന്നത് ആ നാട്ടിൽ അത്രയും അറപ്പുള്ള കാര്യമായിരുന്നു. ജാബി വഴിയിലൂടെ പോകുമ്പോൾ ഒരു വീട്ടുകാര് ഇതെല്ലാ പണിയും ചെയ്യുന്ന അയാളുടെ മോനല്ലേ എന്ന് ചോദിച്ച് അവരുടെ വേസ്റ്റ് വെള്ളം പോകുന്ന ഓവിൽ ഒരു പന്നിക്കുട്ടി വീണ് കിടക്കുന്നുണ്ടെന്ന് ജാബിയോട് അത് എടുക്കാനായിട്ടും പറയാണ്. ഞാൻ എന്തിനാ അതിനെടുക്കുന്നേ, ഞാനും നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യനല്ലേ എന്നും പറഞ്ഞ് ജാബി അവിടെ നിന്ന് പോകുന്നുണ്ട്. അവസാനം ജാബിയുടെ അച്ഛൻ വന്നിട്ടാണ് ആ ഒരു പന്നിക്കുട്ടിയെ ഒരു അറപ്പില്ലാതെ എടുക്കുന്നത്. ഇത്രയും നമ്മളുടെ അച്ഛന്മാരെ കഷ്ടപ്പെടുന്നതും നമുക്ക് വേണ്ടി തന്നെയല്ലേ അല്ലെ? നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഐ ലവ് മൈ ഫാദർ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ.